ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പോകുന്നത് പാലരുവി എക്കോ ടൂറിസം ആണ് കേട്ടോ. ഇത് അതിൻ്റെ ബോർഡറിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇവിടെ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. കാർ പാർക്കിങ് അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറൊക്കെ പോകുന്നവർ ആദ്യം പൈസ ഗൂഗിൾ പേയിൽ ഇട്ടിട്ട് വേണം പോകാൻ. കാരണം ഇവിടെ ക്യാഷ് എടുക്കത്തില്ല, ഗൂഗിൾ പേ വഴിയാണ് അവർ പേയ്മെൻറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ കാറ് നമുക്ക് ഇവിടെ ഈ സ്പോട്ടിൽ തന്നെ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവർക്കുള്ള പാലരുവിയുടെ എക്കോ ടൂറിസത്തിൻ്റെ ബസ്സാണ് ഈ നിൽക്കുന്നത്. ഇപ്പം അവിടെ നിന്ന് വന്ന ബസ്സിനകത്ത് നിന്ന് വരുന്നവരാണ്, അതായത് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോയവരെല്ലാവരും ഇനിയിപ്പോൾ ഈ ബസ്സിൽ നിന്ന് വന്നിറങ്ങി ഈ കാറിനകത്ത് കയറി എല്ലാവരും ഒക്കെ പോകും. അപ്പോൾ നമ്മൾ ഇനി ഈ ബസ്സിൽ വേണം നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകാനുള്ളത്, പാലരുവിയിലേക്ക് പോകണം. ഈ 4 മണിക്ക് ഈ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക് ശേഷം അവർ ടിക്കറ്റ് കൊടുക്കത്തില്ല. അതായത് ബസ്സില്ലല്ലോ, ബസ്സിലാണ് ഇവർ ഇവിടെ നിന്ന് പാലരുവിയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ 4 മണിക്ക് മുന്നേ എത്തുക. 4 മണിക്ക് 5 മിനിറ്റ് ആയാലും മാറിപ്പോയി കഴിഞ്ഞാൽ അവർ കയറ്റി വിടൂല എന്നുള്ളത് ഈ ബസ് പോയി എന്നുള്ളതാണ്. അതായത് പാലരുവിയിലേക്കുള്ള ലാസ്റ്റ് ബസ്സാണ് ഇത്, അവർക്കുള്ള എക്കോ ടൂറിസം പദ്ധതിയിൽ. അല്ലാതെ പ്രൈവറ്റ് ബസ്സൊന്നും പോണ വഴിയല്ല ഇത്, ട്രാൻസ്പോർട്ട് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവരുടെ എക്കോ ടൂറിസത്തിൻ്റെ ബസ്സിൽ അവർ കൊണ്ട് പാലരുവിയിലേക്ക് പോകും. ഈ പോകുമ്പോൾ നമ്മൾ ആ പോണ വഴിയിലുള്ള സീനാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അവിടെയൊക്കെ പാർക്ക് ഓരോ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കത് സ്പീഡിന് പോകണോണ്ട് വായിക്കാൻ പറ്റത്തില്ല. വന്യജീവികൾ ഇതൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളതാണ് സംഭവം. നമുക്ക് സ്പീഡിന് പോകണോണ്ട് നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. നല്ല സ്പീഡിലാണ് ബസ് പോകണത്. അപ്പം നമ്മൾ വരുമ്പോൾ അടുത്ത ആൾക്കാർ ക്യൂ നിൽക്കുവാണ്. നേരത്തെ വന്നവർ കുളിച്ച് അല്ലെങ്കിൽ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മളത് ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ സെക്യൂരിറ്റി ചേച്ചി ഓടി വന്നിട്ട് പറഞ്ഞ് വണ്ടി വിട്ടോ, പെട്ടെന്ന് വെക്കോ, ഇനി നിങ്ങളെ ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഇവിടെ നിന്ന് ബാക്കിയുള്ളവരെല്ലാവരെയും കൊണ്ടുപോകാനുള്ളത് പറഞ്ഞ് നമ്മളെ ഓട്ടിച്ചു വിടുന്നു. അപ്പം നമ്മളിങ്ങനെ പോണ വഴിയിൽ മുഴുവൻ കുരങ്ങുകളാണ്. 1, 2, 5, 10 അല്ല, 100 കണക്കിന് കുരങ്ങുകളുണ്ട്. പിന്നെ 10,000 അല്ലെങ്കിൽ 1000 ആൾക്കാർ ഒരു ദിവസം വന്നു പോകുന്ന സ്ഥലമാണ് ഈ പാലരുവി എക്കോ ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരിക. കാരണം വരുന്നവർ ഇപ്പം നമ്മൾ വന്ന ബസ്സിനകത്ത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകും, ഒരു കൂട്ടരെ കൊണ്ടുപോകും, പിന്നെ തിരിച്ചു വന്നിട്ട് അടുത്ത കൂട്ടരെ കൊണ്ടുപോകും. ഇന്ന് അതെല്ലാം കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ബസ്സാണ് നമ്മൾ പോകാനുള്ളത്. കാരണം നമ്മൾ ലാസ്റ്റ് വന്നുകൊണ്ട് നമ്മളിവിടെ എല്ലാം കണ്ട. ഇപ്പോൾ ഈ കാണുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും, അതായത് ഫാമിലിക്കും വേണ്ടിയിട്ടുള്ള, ഫാമിലി ആയിട്ട് എല്ലാവർക്കും നിന്ന് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ആ കാണിച്ച ആ ഒരു ചെറിയ അരുവിയാണ്, അതായത് ചെറിയ വെള്ളച്ചാട്ടം, ചെറുതാണ്. അതായത് കല്ലുകളുടെ മുകളിലൂടെ ഉള്ള ചെറിയ വെള്ളച്ചാട്ടം. ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രസ്സിങ് ഏരിയയാണ്. അവിടെ നിന്ന് കുളിച്ചിട്ട് അല്ലെങ്കിൽ ഈ വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സ്ത്രീകൾ കുളിക്കുന്ന വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഒരു വെള്ളച്ചാട്ടമുണ്ട്, സ്ത്രീകൾ കുളിക്കാൻ പറ്റിയ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അവിടെയും ഒക്കെ കുളിച്ചിട്ട് വരുന്നവർക്ക് ഡ്രസ്സ് മാറി ചേഞ്ച് ചെയ്ത് വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇപ്പം പോകുന്നവർ കയ്യിൽ ബസ്സിൽ കയറുന്നതിന് മുമ്പേ അവരോട് ഡ്രസ്സുകൾ കയ്യിലെടുത്ത് വെച്ചേക്കുക. കാരണം ബസ്സിലാണ് പോണത്. പിന്നെ പൈസ കൗണ്ടറിൽ അടച്ചതിന് ശേഷം പൈസ അടച്ച് വരുന്ന സമയം കൊണ്ട് പെട്ടെന്ന് ബസ്സിൽ കയറുന്നവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വേണം ബസ്സിൽ വരാനുള്ളത്. അപ്പം ഈ കാണുന്ന ഭാഗം എന്ന് പറയുമ്പം വലിയ കുന്നുകൾ, 2 വലിയ കുന്നുകളുടെ ഇടയിലൂടെ അവിടെ നിന്നേ ആദ്യം കാണുന്ന സ്ഥലത്ത് നിന്നേ വെള്ളം പാല് പോലെയാണ് തോന്നുന്നത് നമുക്ക്. സാധാരണ ഇനി താഴോട്ടായിട്ട് വരുമ്പം വെള്ളം പതഞ്ഞു വരുമെന്നാണ്. പക്ഷെ ഇത് അവിടെ നിന്നേ വെള്ളം പതഞ്ഞ് അല്ലെങ്കിൽ പാല് പോലെ അവിടെ നിന്നേ ഒഴുകുന്ന ഒരു അടിപൊളി സീനാണ് അവിടെ നിന്ന് കാണുന്നത്. അതുപോലെ നമ്മളെ ചെവിയിൽ ഇങ്ങനെ തുളച്ച് കയറും അവിടുത്തെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഇമ്പം, അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര മുരൾച്ചയോടുകൂടി ഇടിച്ചൊഴുകുന്ന അല്ലെങ്കിൽ ആ ഒഴുക്കിൻ്റെയും ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സംഭവം. അതുപോലെ നമുക്ക് ആ കാണുന്ന ഇടത് സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ വ്യൂ പോയിൻ്റാണ്. അവിടെ നിന്ന് നോക്കിയാൽ ഈ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ഈ പാറക്കെട്ടുകളും ഈ കല്ലുകളും മുഴുവനും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ കാടിൻ്റെ അതിഭംഗിയായിട്ടുള്ള ഗംഭീര ഒരു വ്യൂ ആണ്. ആ മുകൾ തട്ടിൽ നിന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ താഴോട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാരിങ്ങനെ ഈ വന്ന് ഇതുപോലെ കണ്ട് കേട്ട് അല്ലെങ്കിൽ അവരെ ഇഷ്ടാനുസരണം നടന്ന് പോയി അവരെ എല്ലാം അടിപൊളിയായുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ പോവാൻ പറ്റുന്ന ഒരു പൊക്കോള്. കാരണം നമ്മളെ കണ്ണ് നമുക്ക് തന്നത് കാണാനാണ്. നമുക്ക് മുമ്പിൽ കാഴ്ചകൾ തന്നത് അത് നമ്മൾ കണ്ടിട്ട് ചിന്തിക്കാനാണ്.
നമുക്ക് ഒരുപാട് കഴിവുകൾ നമ്മളെ ഉള്ളിലുണ്ട്, നമ്മളെ മക്കളെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി നമ്മളെ മക്കളെയൊക്കെ കാണിച്ചിട്ട് ഇത് ഇന്നതാണ് മക്കളെ, ഇത് ഇന്നതാണ്, ഇത് സൃഷ്ടിച്ചത് ഒരു സൃഷ്ടാവുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ മക്കൾക്ക് ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മളെ മക്കൾ അല്ലെങ്കിൽ ഇതെന്തോ ഒരു സംഭവം ഇത്. എന്നിട്ട് ഈ പിള്ളേർ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഉമ്മച്ചി ഇതെന്താണ് ഇങ്ങനെ, ഇവർ ഇപ്പോൾ ഇത് ഈ ടൂറിസം പദ്ധതിക്കാരുടെ സംഭവമാണെന്നുള്ള ലെവലിൽ എൻ്റെ മൂത്ത മോനൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല മക്കളെ, അവർ ഈ റോഡും അതുപോലെ തന്നെ വരിപ്പുകളും അതുപോലെ ഡ്രസ്സിങ് റൂം അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും നടക്കാനും പോകാനും ഒക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ബസ്സിൻ്റെ ഒക്കെ ഉള്ള ടിക്കറ്റ് ചാർജാണ് അവർ നമ്മളിൽ നിന്ന് മേടിക്കണം. അത് അവരൊരു വരുമാന മാർഗം അവർക്കായി. പക്ഷേ ഇത് പടച്ചോനാണ് സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ സൃഷ്ടാവായ ഏകനായ ദൈവമാണ് ഇത് സൃഷ്ടിച്ചത്. അപ്പോൾ ആ സൃഷ്ടിച്ച ദൈവം നമുക്കിതൊക്കെ കണ്ടിട്ട് നമ്മൾ മനസ്സിനെ സന്തോഷിപ്പിക്കാനാണ്, നമ്മളെ ഹൃദയത്തിന് കുളിർമയേകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു കാഴ്ചകളെല്ലാം നമ്മളെ മുമ്പിൽ ഈ ഭൂമി മനുഷ്യന് വാസയോഗ്യമാക്കി തന്നേക്കുന്നത്. നമുക്ക് ഇവിടെ ഉള്ള എല്ലാം കാണുക, അതിൽ നിന്ന് നല്ലതിനെ ഉൾക്കൊള്ളുക, മോശമായതെല്ലാം നമ്മൾ മാറ്റിക്കളയുക, വേണ്ടാന്ന് വെക്കും. അപ്പോൾ യാത്രയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ 100-500 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതും കൊണ്ട് നമ്മളെ നരേന്ദ്രമോദിയുടെ 2000 രൂപ കിസാൻ്റെ ഈ സമ്മാൻ നിധിയൊക്കെ വരും. ആ പൈസയൊക്കെ കിട്ടിയാൽ ഞാൻ ആ പൈസയും കൊണ്ട് കറങ്ങാൻ പോവുകയാണ് ചെയ്യണം. അത് തന്ന മോദിജിക്കും അതുപോലെ തന്നെ അത് നമുക്ക് വേറെ ഒരു സർക്കാർ ഇരുന്നിട്ട് ഇതുവരെ 1 രൂപ കിട്ടിയിട്ടില്ല. ഈ മനുഷ്യൻ വിചാരിച്ചുകൊണ്ടാണ് 2000 വെച്ച് കിട്ടുന്നതുകൊണ്ട് ഞാനും എൻ്റെ കൊച്ചുങ്ങളും വലുതിയിൽ എണ്ണ അടിക്കുന്നു, കറങ്ങാൻ പോകുന്നു, വല്ല 2 ഐസ്ക്രീമൊക്കെ മേടിച്ച് കുടിക്കുന്നു, ഇങ്ങനെ നമ്മൾ പോയിട്ടൊക്കെ വരുന്നു. അപ്പോൾ എന്താണ്, നമ്മളിങ്ങനെ യാത്രകൾ ചെയ്യുക. ഇതാണ് സ്ത്രീകൾ മാത്രം കുളിക്കുന്നത്, അതായത് കൊച്ചു കുട്ടികൾ സഹിതം കുളിക്കുന്ന 2ാമത്തെ വെള്ളച്ചാട്ടമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വെള്ളച്ചാട്ടമൊക്കെ അടിപൊളിയാണ് സംഭവം. നിങ്ങളെല്ലാവരും അവരോരോ മക്കളെയും കൊണ്ടൊക്കെ അവർക്ക് ഒരു ഇഷ്ടമുള്ള, അവർക്ക് എന്താണ് അവരെ സന്തോഷിപ്പിക്കുക. അവർ നാളെ നമ്മളെ സന്തോഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൊടുക്കുന്നതേ നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ ഇന്ന് കൊടുക്കുന്ന സ്നേഹമാണ് നാളെ നമുക്ക് നാളെ ഒരു സമയം അവർക്ക് ഇത് പൈസയും ഇല്ല, നമ്മളെയും കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് വിഷമമില്ല. എന്നാലും നമ്മളെ മക്കളെയും കൊണ്ടുപോയി എന്നുള്ളൊരു സന്തോഷം നമുക്കിപ്പോൾ സന്തോഷിക്കാമല്ലോ. അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള സീനും അടിപൊളിയായിട്ടുള്ള വ്യൂ ഒക്കെ ഉള്ള ഇത്രയും മനോഹരമായ സ്ഥലം നമുക്കുള്ള കൊല്ലം ജില്ലയിലാണ്, അല്ലെങ്കിൽ നമ്മളെ പാലരുവിയാണ്, അല്ലെങ്കിൽ നമുക്കുള്ള കൊല്ലം ജില്ല തന്നെയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ കൊല്ലത്താണ്, അവിടെ നിന്ന് തെമ്മല വഴി അങ്ങനെയാണ് നമ്മൾ പോയത് പാലരുവിയിൽ. കൊല്ലം ജില്ല തന്നെയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ അറിയാതങ്ങ് പറഞ്ഞു പോയതാ. പിന്നെ അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ മോനാണ് ആ ഓട്ടം. അപ്പോൾ ഇങ്ങനെ എല്ലാം ഇത്രയും നല്ല മനോഹരമായ കാഴ്ചകളുള്ള സ്ഥലങ്ങൾ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച് തന്നിട്ട്, അറബിയിൽ അള്ളാഹ് എന്ന് വിളിക്കും, മലയാളത്തിൽ ദൈവം എന്ന് പറയും. അപ്പോൾ ആ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടിട്ടല്ലേ നമ്മൾ ആ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഒരാളൊരു മുട്ടായി തരുമ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ആ സ്നേഹം ഉണ്ടാവും, അല്ലെങ്കിൽ ആ മുട്ടായി തന്ന ആളിനോട് അല്ലെങ്കിൽ നമുക്കൊരു സ്നേഹവും ആ ഒരു ഇതുണ്ടാവും. അതേപോലെ ഇതൊക്കെ കാണാൻ കണ്ണ് തന്ന, അല്ലെങ്കിൽ ഇതെല്ലാം ആസ്വദിക്കാനുള്ള എല്ലാം തന്ന ആ ദൈവത്തിനോട് നമ്മൾ നന്ദി കാണിക്കുക, നന്ദിയുള്ളവരാവുക. അപ്പോൾ ഇതൊക്കെ കാണുക, ഇതെല്ലാം സൃഷ്ടിപ്പുകളാണ്, ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിപ്പാണ്. ഇതൊന്നും എക്കോ ടൂറിസം പദ്ധതിക്കാരൊന്നും ചെയ്തതല്ല, ഇവർ വഴി മാത്രമേ എഴുതൂ. കുരങ്ങിനെ സൃഷ്ടിച്ചതാരായി, മരങ്ങളെല്ലാം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനുഷ്യന്മാർക്ക് കാണാൻ വേണ്ടിയിട്ട് ദൈവം ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ നമ്മൾ കാണുക, യാത്ര ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടം. അള്ളാഹ് എന്ന് പറയുമ്പോൾ ദൈവമാണ് വല്ലാഹി. അപ്പോൾ ഇങ്ങനെ യാത്രകൾ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അവരുടെ യാത്രക്കാരൻ്റെ ദുആയ്ക്ക് പോലും ഇജാബത്തുണ്ട്, അതായത് പ്രതിഫലം ഉണ്ടെന്നാണ് പറഞ്ഞത്. അവൻ്റെ ദുആയ്ക്ക്, യാത്ര ചെയ്യുന്നവൻ ദുആ ചെയ്ത ആ ദുആയ്ക്ക് ഉത്തരം കൊടുക്കും ദൈവം. കാരണം ഇതൊക്കെ കാണുവാണല്ലോ, ദൈവത്തെ കാണുന്നതിന് പകരം ആ ദൈവം സൃഷ്ടിച്ചത് ഓരോന്ന് കാണുമ്പോൾ ആ ദൈവത്തിലേക്ക് നമ്മൾ അടുക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു കാറ് അല്ലെങ്കിൽ ഒരു ബസ്, ഇതൊക്കെ സൃഷ്ടിച്ചത് ഒരാൾ ആരെങ്കിലും കാണുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അതുപോലെ ഈ ഭൂമിയെയും ഈ ഇത്രയും സീനറിയും ഇത്രയും വലിയ കാഴ്ചകളെയും സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ റോഡ് തന്നെ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞുമാണ് ഈ ബസ് ഇങ്ങനെ പോണ യാത്ര. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സ്പീഡിലാണ് ഈ ബസ്സൊക്കെ ഇങ്ങനെ പോണത്. കാരണം വേറെ വണ്ടികളൊന്നും അവിടെ നിന്ന് വരാനില്ലല്ലോ.
ഇത് ലാസ്റ്റ് ബസ്സാണ്, അപ്പോൾ അത്രയ്ക്ക് സ്പീഡിലാണ് പോണത്. സൂപ്പറാണ്. നമ്മൾ എത്തിയിട്ടുണ്ട്. തിരിച്ചെത്തുമ്പോൾ അവിടെ എല്ലാം ആൾക്കാരൊക്കെ പോയി തുടങ്ങിയ ഒരു അന്തരീക്ഷമായി. അപ്പോൾ ഇനി പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും പോവുക, യാത്രകൾ ചെയ്യുക, എന്നിട്ട് യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തുക. അതിന് വേണ്ടിയിട്ട് യാത്രകൾ ഇനിയും തുടരുക. ഇത് നമ്മൾ കുളത്തൂപ്പുഴ എത്തിയപ്പോഴത്തേക്ക് അവിടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ പരിപാടി നടക്കുകയാണ്. അപ്പം നമുക്ക് റോഡ്